അമ്മ എവിടെ? ഇന്നെന്തമ്മ സ്പെഷ്യല്? അപ്പത്തിന് ഇറച്ചി വെച്ചിട്ടുണ്ട്. അപ്പം മുട്ടക്കറി ഉണ്ടാക്കാം. ഈസ്റ്ററായിട്ട് ചിക്കൻ നീ വാങ്ങണ്ടേ? ചിക്കനോ? അല്ല, കിച്ചൂരുമാണോ ചിക്കൻ? അടിപൊളി. നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറയും നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിട്ട് വരാന്. ഇങ്ങനെ വിളിച്ചാ കിട്ടില്ല പറഞ്ഞു. എന്റെ ഫോണില്ലേ, ഫോണൊന്നും ഉമ്മറത്ത് ലൈറ്റ് ഇടുക പറഞ്ഞ പോയി ഇട്ടിട്ട് വാങ്ങിച്ചു. എന്നിട്ട് വാതിൽ അടച്ചിട്ട് വാ. എല്ലാ ലൈറ്റും ഉണ്ട്, വേണ്ട ലൈറ്റ് മാത്രം ഇട്ടോ. ലൈറ്റ് ഇടാൻ പറഞ്ഞ പൂരപ്പുറമാരി ആക്കരുത്. ഇവരോട് ലൈറ്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഇവര് ഫുൾ ലൈറ്റ് ഇട്ട് വരും കേട്ടോ. 4 ഭാഗത്ത് കൂടി ഉള്ളത്, ഉള്ളിൽ കൂടി ഉള്ളത്. കറണ്ട് അടയ്ക്കണത് അച്ഛനല്ലേ അച്ഛാ. കറണ്ട് ബില്ല് കൂടിയാൽ എന്ത്, കറണ്ട് ബില്ല് കൂടിയില്ലെങ്കിൽ എന്ത്? ഓ, നിന്റെ അച്ഛനല്ലേ കറണ്ട് ബില്ല് അടയ്ക്കണത്, അതുകൊണ്ടായിരിക്കില്ലേ അച്ഛന് ഉത്തരവാദിത്തം. ഉത്തരവാദിത്തം ഇല്ലാത്ത അച്ഛൻ. കറണ്ട് ബില്ല് ആയാലെന്ത് ആയില്ലെങ്കിൽ എന്തില്ലേ? അണക്കിപ്പോ എന്ത് പോയി? എനിക്കെന്താ ഇതെന്താ ഇവിടെ വിളിച്ചില്ലാത്ത? ഇവിടെ ലൈറ്റ് ഇടാത്തത് കൊണ്ട്. ഏട്ടാ അവർക്ക് എന്തെങ്കിലൊക്കെ വേണത്രേ. അതും പോയി. ഉള്ളിക്ക് വിളിച്ചേർന്നു. ഉള്ളിക്ക് അധികമായപ്പോ വിളിക്കുന്നു. ആ എന്താ ഞാൻ കേക്കണ്ടേ? ബീഫ് വാങ്ങ്. ചിക്കൻ അല്ലേ ഇന്നലെ വാങ്ങി? ഇന്നലെ വിരുന്നേരുണ്ടായിരുന്നു. ഇന്നലെ ഉഷാറാക്കിയത്. മട്ടനൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? എന്താ മട്ടൻ പറഞ്ഞു? ആട്ടോ? ബീഫ് പറഞ്ഞെന്താ? പോത്തല്ല, മൂരി. പോത്ത്. ഒന്നും അറിയാത്ത കാര്യം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി എനിക്ക് നന്നായി. ഇതാണല്ലോ പഠിപ്പിക്കുന്നവിടെ. ബീഫും ചിക്കനൊക്കെ അല്ലേ പഠിപ്പിക്കുന്നില്ലേ? എന്താണ്? അല്ല, ആ അതാണല്ലോ കുറച്ച്. എന്താന്ന് ചെയ്യണത്? അമ്മ മുട്ടക്കറിയൊക്കെ നിക്കാടേ. ഈസ്റ്റർ ഒക്കെ അല്ലേ? ഈസ്റ്ററിനെ ഗംഭീരാക്കണ്ടേ? അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടോ? അപ്പൊ ബീഫും പൊറോട്ട വാങ്ങിട്ട് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുകൊണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൊറോട്ട വാങ്ങിട്ട് അരച്ച് വെച്ച മാവ് കൊണ്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കും? കുറച്ച് പൊറോട്ട വാങ്ങിട്ട് ദോശ ഉണ്ടാക്കണ്ട. വാങ്ങിട്ട് ഞാൻ അതൊക്കെ വാങ്ങടാ. അവിടെ കള്ളപ്പം. അതിന് കള്ളപ്പം എങ്ങനെ ഉണ്ടാക്കണ്? കള്ളില്ലാണ്ട് അരച്ച് വെച്ച മാവ് കൊണ്ട് കള്ളപ്പം ഉണ്ടാക്കാൻ പറ്റും. ലാസ്റ്റ് ഇപ്പൊ ഇഷ്ടമാക്കോ ഈ പറഞ്ഞിട്ട്? അതാണ് ഞാൻ കിട്ടോ? എന്താ തീരുമാനാക്ക ആദ്യം? അരച്ച മാവും കൊണ്ട് ദൊഡലി ഉണ്ടാക്കുക. ദൊഡലി ഉണ്ടാക്കണത് അതും കൊണ്ടാണ്. കുട്ടികളൊന്നും ഇല്ലാണ്ടല്ലോ, ഒന്നും ഒരു ഉഷാറുമില്ല. ഒന്നുമില്ലാണ്ടാ ഉഴുന്നില്ലാത്ത ഒരു ദൊട്ടലി ഉണ്ടാക്കി തരണം. ഒരു ഇല്ലേട്ടാ നമ്മള് പോയിട്ട് വരുമ്പല്ലേ എന്താ ഒരു പാക്കറ്റേ മല്ലിപ്പൊടി വാങ്ങിട്ട് വരും. മല്ലിപ്പൊടി ചിക്കനും വാങ്ങല്ലേ? ബീഫ് നേരത്തെ അവിടെ കിട്ടണ ഇവിടെ ഉണ്ടാവുമല്ലോ, കല്ലടിക്കോട് ഒരു കടയിൽ ഉണ്ടാവുമല്ലോ എന്താ ബീഫ്. നോക്കട്ടെ. അപ്പൊ നിങ്ങളെല്ലാരും ന്യൂ ഇയർ ആഘോഷിച്ചോ നോക്കുന്നത്? ഈസ്റ്ററൊക്കെ ആഘോഷിച്ചോ? ഈസ്റ്റർ ശരിക്കും ഉച്ചക്കല്ലേ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്താണെന്നറിയോ, നമുക്ക് ഇപ്പൊ കുറച്ച് നല്ല സമയമായതുകൊണ്ട് നമുക്ക് മുരിങ്ങ വെച്ച് ആഘോഷിച്ചു പരമാവധി. അത് അടിപൊളിയല്ലേ അല്ലേ? മുരിങ്ങല്ലേ ഉള്ളിമുളക് അരച്ചിട്ട് വറ്റിച്ചോട്ടോ, താളിപ്പുണ്ടാക്കി, പിന്നെ പപ്പടം കാച്ചി, അമ്മൂന്റെ വക മാങ്ങച്ചാറും ഉണ്ടായിരുന്നു. പോരെയും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ചോറിട്ടില്ല. എന്താ പരിപാടി? എന്തെങ്കിലും ഒരു പരിപാടിയില്ലേ? വെള്ളപ്പം ബീഫും ബീഫ് കറി. ചിക്കൻ എന്താ കിട്ടിയിട്ട് പോയി വാങ്ങിച്ചു തരാട്ടാ. സമയം ഞാനപ്പേക്കും
മട്ടൻ ഒഴിച്ച് ബാക്കി എന്ത് വാങ്ങിക്കോ. മട്ടൻ അല്ലെങ്കിൽ കിട്ടില്ല. മട്ടൻ എങ്ങനെ കിട്ടുക? അച്ഛാ എന്തെങ്കിലും മട്ടനൊക്കെ കൂട്ട് കഴിച്ചിട്ടുണ്ടാവും. പോയി വാങ്ങിക്കോ. മട്ടൻ കൂട്ടിക്കട കൂട്ടിക്കെറ്റിയത് ഈ എവിടെയാ പോണേ? ഒരു നേരത്തെ ഫുഡ് ചാച്ചനോടി എപ്പോഴാ കുളിക്കുന്നത്? മുട്ട മാത്രമേ കിട്ടിയുള്ളൂ. തണുക്കുണ്ടല്ലേ? ഫ്രീസറിൽ വെച്ചോ? കടയിൽ തപ്പാൻ പോയത് പകർന്നു. തിന്നണത് തിന്നേ. ഉണ്ണിയേ എന്തേട്ടാ അത്? നിങ്ങൾക്ക് ഇറ്റൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? ഈ ബീഫ് ഒന്ന് നേരേക്ക് തരുമോ? ഞാൻ ചെറിയുള്ളി മാത്രം ഇട്ടിട്ടൊന്നും ഉണ്ടാക്കണം, വെല്ലുള്ളി തൊടുന്നില്ല. അപ്പൊ അത് നേരെയൊക്കെ സമയം വേണ്ടേ? ഫോണിൽ നോക്കി എങ്ങനെയാ ഏട്ടാ കേൾക്കുക? നമ്മുടെ കഷ്ടപ്പാട് ആർക്കറിയുന്നില്ലേ? കണ്ടോ, ഒരാൾ അപ്പുറത്തിരുന്ന് പഴം തട്ടണു, ഒരാൾ ഇപ്പുറത്തിരുന്ന് ഫോൺ വെക്കണു. പഴോ പായ പൊളിക്കാൻ വയ്യാത്ത ഞാൻ എങ്ങനെയടി കഴിക്കുന്നത്? ഒന്ന് ചെയ്യട്ടോ, ഇതൊന്ന് നേരെയൊക്കെ. നിനക്ക് പണിയില്ലാണ്ടാ ഒരു തേങ്ങ പൊളിക്ക്. ഇത് നേരാക്കി തന്നെ അത് കഴുകി തരോ? കഴുകി തരോ? ഇതിപ്പോ ഞാൻ തന്നെ നല്ല ടീമാണ്. ഇതിപ്പോ സാധനം വേണമെന്നിട്ട് വായിക്കൊണ്ടപ്പോ ഇതിപ്പോ ഞാനിന്ന് ഉണ്ടാക്കേണ്ടി വരുമോ? എന്തെന്റെ ഏട്ടാ അത്? നമുക്ക് സ്നേഹല്ലേ ഇനി ഏട്ടാ വലുത് അല്ലേ സുകന്യെ? പിന്നെ സ്നേഹമാണല്ലോ വലുത്. പിന്നെ എന്നപ്പോ സ്നേഹം വലുതായത്? എന്നാ പാലക്കാട് വലുത്? അതൊക്കെ ചെറുതാക്കിയതാ. ഇതിനെന്ത് എന്താണ് ചെറുതാക്കുന്നത്? അത് കഴുകുക. അത് ചെറുതാക്കേണ്ടതാ. ഇതിനെന്ത് ചെറുതാക്കുന്നത്? ഇതിനെ ചെറുതാക്കണം. വേണമെങ്കിൽ ചെറുതാക്കിയ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്ന അത്രത്തോളം നന്നാവും. 1 കിലോനത്? 1 കിലോനെ വാങ്ങിയുള്ളൂ. 1 കിലോ മതി രാത്രിക്ക്. 10 കിലോ വാങ്ങിയാൽ ശരിയാവില്ലേ കിച്ചു? ഇന്നലെ വാങ്ങിയല്ലോ ചിക്കൻ. ഇപ്പൊ വാങ്ങണം. ഇന്നലെ ചിക്കൻ വാങ്ങിയല്ലേ? ഇന്നിപ്പോ ഈസ്റ്റർ ആവുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് ഞാൻ വാങ്ങിയതാ. നമ്മുടെ കല്ലടിക്കോട് പോയി കഴിഞ്ഞാലേ വൈകുന്നേരം ആയാലും എപ്പോഴായാലും അവിടെ ബീഫ് ഉണ്ട് അല്ലേ? അത് ഫ്രീസറിൽ വെച്ചാണ് രാവിലെ പൂശിയിട്ട്. സാധാരണ ഈസ്റ്ററിനൊക്കെ എങ്ങനെ ബാലൻസ് വന്നാണാവോ? 3-4 കറക്കുണ്ടാവേ. ഒന്നൊക്കെ 120-130 കിലോനൊക്കെ ഉണ്ടാവും അത്രേ. ഇറച്ചിക്കട കുറെ ഉണ്ടല്ലോ അവിടെ. പക്ഷെ ഇറച്ചി വാങ്ങാൻ ശരിക്കില്ലേ? ഇറച്ചി വാങ്ങാൻ നല്ലതില്ലേ? എവിടെയെന്നറിയോ? മണ്ണാർക്കാട്. പോകാൻ പറ്റിയ ഇറച്ചി വാങ്ങാൻ വേണ്ടിട്ട് കുപ്പി കൊണ്ട് വന്നവള്. അത് ചാച്ചന് കൊടുക്കൊന്ന് ഒന്നുണ്ടാക്കിയത്. അത് അച്ഛൻ ഉണ്ടാക്കിയ കീ ചെയിന് കണ്ട. ഒന്ന് അച്ഛനും ഒന്ന് ചാച്ചനും കൊടുത്തു. ഒന്ന് അച്ഛനും ഒന്ന് ചാച്ചനും കൊടുത്തു. പൊന്നാരി വട്ടത്തില് കറുത്തു വന്നു. എന്താടാ ഇതെന്താടാ? എപ്പോഴാ തട്ടി? കറുപ്പിയേ എവിടെ? എന്നോ ഉണ്ടായതാണ് കേട്ടോ. ഇതോ? അത് മുറിയല്ലേ? ഇത് നാളെ ഡോക്ടർ കാണാൻ പോകാൻ പറ്റില്ലല്ലോ. നാളെ ഇപ്പൊ മോട്ടം കൊണ്ടേ കൊടുക്കണ്ടേ? വെള്ളമില്ലാണ്ട് ഇങ്ങനെ നരയ്ക്കുമ്പോ എന്താ ചെയ്യാ? നാളെ കഴിഞ്ഞ് മറ്റന്നേ ഡോക്ടർ കാണാൻ പോകാൻ പറ്റും. അമ്പോ അത് നന്നല്ല തോന്നുന്നുണ്ട് കേട്ടോ തേങ്ങ. അതും കൊണ്ടാണ് ഞാൻ നന്നല്ല പറയുന്നത്. ഇങ്ങോട്ട് കുലുക്കറിയുണ്ട്.
അങ്ങനെ നമ്മൾ എപ്പോ നോക്കിയാലും ആ തെങ്ങത്തെ തേങ്ങല്ലേ നന്നാവില്ല. ചെറിയ ഉള്ളി ഇട്ടിട്ടില്ലേ പൈസ കൊടുക്കേണ്ടി വരും. വെച്ച പൈസ വെക്കിന്. ആ ബെറ്റിന് ഞാനില്ലേ അച്ചോ. ശരി, ഇപ്പൊ. ഇതാ പൊന്നു നോക്കിയിരിക്കണത്. പൊന്നാരിയേ. എന്റെ പൊന്നൂനല്ലേ പഴം കൊണ്ട് നോക്കുമ്പോ എല്ലാം നിറക്കാളില്ലേ? പൊന്നൂനല്ലേ ഏട്ടാ? എന്താ അച്ചു അച്ചു കുളിപ്പിച്ച് പാത്രത്താ. അല്ല ജിൻഡോ. ജിൻഡയോ? മതി മതി. ചെറിയുള്ളി ഇട്ടിട്ടില്ലേ ഏത് ഇറച്ചിക്കറി വെച്ചാലില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല ഏട്ടാ വെല്ലുള്ളിനെക്കാട്ടിലും. പക്ഷെ നേരേക്ക് എടുക്കുമ്പോഴേക്കില്ലേ സമയം എടുക്കും. എത്ര നേരം വേണം വെച്ചിട്ടാ? തേങ്ങ ഉടനെ മെല്ലെ ഇട്ടാൽ മതി. പിന്നെ ഇടവും ഇതിനോ ഭയങ്കര ചേർച്ചയില്ല. പുതിയ കലണ്ടറത്തെ മാസമാണോ വെച്ചു? പടക്കം വാങ്ങണ്ടേ? ഇത് നമ്മുടെ കലണ്ടറത്തെ മാസമാണോ? ചാച്ചൻ്റെ അടുത്ത് ചോദിച്ചൊക്കെ പടക്കം വാങ്ങണ്ടാണ്. പടക്കം വാങ്ങണ്ടേ മോ? പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റുമോ? വാഴപ്പടക്കം എന്തായാലും വേണം. നിങ്ങളുടെ നാവിന് പൈസ കൊടുക്കണം. അപ്പൊ അത് നീ സ്ഥിരം ചെയ്യാത്ത കൊണ്ടാണേ അങ്ങനെ കുലുങ്ങട് കണ്ട് നല്ല കുലുങ്ങി കഴിഞ്ഞാൽ അത് കേടാണേ. ഞാൻ അവളോട് പറഞ്ഞില്ലേ അത് ഉള്ളു മൊത്തത്തിൽ ഇളകിയിട്ടുണ്ടാവും. ഞാനൊരു ദിവസത്തില് ഇത് തേങ്ങ എടുത്തിട്ട് എത്ര പ്രാവശ്യം തേങ്ങ ഇടുന്നു? ഞാനില്ലേ അന്ന് ദിവസം 3 തേങ്ങയൊക്കെ ഒരു ദിവസം പൊളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തെങ്ങത്തേണ് അത് നല്ല കുലുങ്ങി കഴിഞ്ഞാൽ ആ തേങ്ങയിൽ ഒന്നുമില്ല, വെറും ചീത്ത വെള്ളം മാത്രമേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് സഹിക്കും ഇങ്ങനെ 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 നുറുക്കാൻ? എന്നെ കൊണ്ടൊന്നും സഹായിക്കില്ല. സഹിക്കും. നല്ല അറിയാം. ഏഹ് ആ ചെയ്യണം. എൻ്റെ അമ്മ ചെയ്യട്ടോ. ഞാൻ എൻ്റെ അമ്മൂനോട് സോപ്പിട്ടതാണ് അമ്മോ നുറുക്കുമെന്ന്. അപ്പം അമ്മൂന് ഇന്ന് ചെറിയൊരു ഉടക്ക് എന്നോട് എന്തിനറിയോ ഫോണ് കുറച്ചു നേരം കൊടുക്കാൻ പറഞ്ഞു. അവൻ ഞാനപ്പം കൊടുത്തില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു 5:30-6 മണിയാകുമ്പോൾ അമ്മോ ഫോണെന്നാ പറഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും അമ്മു ഇല്ലേട്ടാ. പിന്നെ നമ്മള് പടക്കം പൊട്ടിച്ചില്ലല്ലോ. നമുക്ക് മരിപ്പായിരുന്നില്ലേ, മരിപ്പിൻ്റെതായിരുന്നില്ലേ? നമ്മുടെ ഈ ഭാഗത്തില്ലേ ഒരാൾക്ക് വിഷു ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിഷു ഉണ്ടായില്ല. അത് കൊറേ ഇല്ലേട്ടാ. ഒരാൾക്ക് വിഷു ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു വീട്ടിൽ വിഷു ഉണ്ടെങ്കിൽ വേറൊരു വീട്ടിലുണ്ടാവില്ല. ഈ ഭാഗം മൊത്തമായിട്ട് ഒരു വിഷു ആഘോഷിച്ചിട്ട് കാലങ്ങൾ കൊറേ ഇല്ലേ, കൊറേ എന്താ വെച്ചാ എന്തെങ്കിലും തിരിച്ചിലുകളായിട്ട്. അപ്പൊ അതവിടെ അവർക്ക് പറ്റില്ല, സിന്ധു ചേച്ചി അവർക്ക് പറ്റില്ല, എന്താ അപ്പുറം അപ്പുറമുള്ള വീട്ടുകാർക്കൊന്നും പറ്റില്ല. അപ്പോൾ ഒരുപാട് പടക്കമൊന്നും വാങ്ങിയിട്ട് നമ്മൾ ഗംഭീരമാക്കണ്ട. എന്നാലും ചെറിയ രീതിയിൽ നമ്മുടെ പുതിയ വീടായത് കൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല അല്ലേ? എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ലെങ്കിൽ മോശല്ലേ? നമ്മളേ കിച്ചുട്ട ഒരാളുടെ സങ്കടത്തിലും സന്തോഷത്തിലും നമ്മൾ കൂടെ നിൽക്കണം. അല്ലാതെ നമ്മൾ അപ്പുറത്ത് സങ്കടപ്പെടുമ്പോൾ അവർ സങ്കടപ്പെടുമ്പോൾ നമ്മൾ ഇവിടെ ചിരിച്ച് ചെയ്യണ്ട് കേട്ടാ. പടക്കം പൊട്ടിക്കാൻ നല്ലതാണോ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അച്ഛൻ മരിച്ച സമയത്ത് ഞങ്ങൾക്ക് എല്ലാ ആൾക്കാരും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ അട കൊണ്ടുവന്നിട്ട് തന്നിരുന്നു. അവര് പിന്നെന്താ എല്ലാവരുടെയും നമുക്കും കൊടുക്കണം. അതേപോലെ ഇല്ലാത്ത വീട്ടിൽ നമുക്ക് കൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണം. സുകന്യ ഇനി തലേദിവസം വീട്ടിലേക്ക് പോവാണോന്ന് അറിയില്ല. സുകന്യ ദിവസം നോക്കി നിൽക്കല്ലേ? സുകന്യ ദിവസം നോക്കി നിൽക്കല്ലേ അറിയാം. ചെക്ക പടക്കമായിട്ട് കൊണ്ടുപോകാൻ പറയുന്ന കേട്ടില്ലെന്നല്ലേ കുഞ്ഞനാ അങ്ങോട്ടേ. ഇപ്രാവശ്യം കിഴക്കാട് വിഷുവേലുണ്ടേ. കാവങ്ങാട് പോയി അതിനെ കാണേ. കുന്നപ്പുള്ളിക്കാവത്തെ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മള് പോയില്ലേ? എങ്ങനെയുണ്ട് കോലം? ചാരക്കുഴിയിൽ പെട്ടത്. മുളക് പൊടി അവിടെ പുതിയ വീട്ടില് നേരെ പോയിട്ട് പാറപ്പൊടിയിൽ നിൽക്കുക, അല്ലെങ്കിൽ നേരെ പോയിട്ട് ചാരത്തെ കടന്ന് ഉരുള. എന്ത് സ്വഭാവം പൊന്നുന്നില്ല. എന്നെ തുടരുത് കേട്ടോ, വിട്ട് നിന്നോ. അല്ലെങ്കിലേ വെള്ളമില്ല. ഒരു 16 പ്രാവശ്യം നിന്നെ കുളിപ്പിക്കണമെങ്കിലോ? ഓ വല്ലാണ്ട് ആർഭാടം കാട്ടി. കാരണം ഇന്ന് മോട്ടർ അടിക്കില്ലേന്ന് വിചാരിച്ചിട്ടുള്ള വെള്ളം കയ്യിലാട് തൂത്ത് കളഞ്ഞു. കുളിക്കലൊക്കെ ആർമാദിച്ചൊന്ന്. എന്തിനു തൂത്ത് കളഞ്ഞു?
അല്ല ഇന്ന് ഷവറൊക്കെ ഓൺ ചെയ്തിട്ടേ ഗംഭീര കൂളിയും പാസ്സാക്കി അറിയാം. അതുകൊണ്ട് എന്താ വെള്ളമില്ലാതെ ഇപ്പൊ എന്തായി സുകന്യെ? അങ്ങനെ നിന്നോട് കളിച്ചങ്ങനെ ഉണ്ടാവുന്നു. വെള്ളല്ല നീ എല്ലാരും വിട്ടുന്നോ ആ വെണ്ണൂറിലൊക്കെ കടന്ന് പനിട്ട് നിന്റെ മേത്തോളം തേക്കണ്ടേ? ഏതില്? എപ്പോ? സുകന്യ ഉണ്ടോ പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട്, ഫോണില് വായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തോ ഒരു കഷ്ടപ്പാടില്ലേ സുകന്യ. അപ്പൊ വെച്ചോ മല്ലിപ്പൊടി, മീറ്റ് മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി കേട്ടോ, ഉപ്പ്. ഇത്ര മതിയോ? ഇത്ര മതിയോ? കുറേശ്ശെ കുറേശ്ശെ മതിയോ? പൊന്നാ അശ്വന്നാ. ഇതില് നമ്മള് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇടാന്ന് വിചാരിച്ചു കേട്ടോ. വേണ്ട, കുക്കറിലാവുമ്പല്ലേ വേഗം ആവുമല്ലോ. അങ്ങോട്ട് തിരുന്ന എന്റെ മേത്ത് അങ്ങനെ വെണ്ണൂറാ, എന്റെ മേത്ത് കൂടെ നേരെ. ഓ പ്രചരണം. എന്താ ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതില് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മള് മസാല ഒക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അനിയനെ ഇവിടെ പോയിട്ട് എന്ന് കാരാകുറിശി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഈസ്റ്റർ ആഘോഷം ഉണ്ടായിരുന്നേ. അവിടെ നിന്ന് വന്നിട്ട് പറയണേ എന്താ അവിടുത്തെ അപ്പം അടിപൊളിയായിട്ടുണ്ടെന്ന്. അതേപോലെ ഉണ്ടാക്കാം. 5 എണ്ണം കഴിച്ചു എന്ന്. അല്ലെങ്കിൽ 5 എണ്ണം ഒന്നും കഴിക്കില്ല കേട്ടോ. അവിടെ പലഹാരേ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പലഹാരം പറ്റില്ല. അറിയാലോ, അറിയണ്ടേ ഇതാട്ടോ കള്ളോ? ആ ശരി തന്നെയല്ലേ, അവിടുന്ന് കുറച്ച് ദൂരം മണ്ണാർക്കാട്ടിക്കുള്ളൂ. ഇതാട്ടോ കണ്ടില്ലേ? നമ്മളിതില് തന്നെ ദൂരം ഉള്ളു അങ്ങോട്ടും. എന്താ ഇനിയേട്ടാ ചിരിക്കണത്? ഞാൻ സപ്പോർട്ടില്ല. കാരാകുറിശി മണ്ണാർക്കാട്ടി എത്ര ദൂരമുണ്ട്? അല്ലെങ്കിലും അനിയന്മാര് ആരെങ്കിലും ഏട്ടന്മാര്, വലിയേട്ടന്മാര് കുറ്റം പറയോ? വലിയേട്ടന്മാരുടെ ജീവനല്ലേ. എന്താ വെച്ചാൽ അവര് വലുതായി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കൊഞ്ചിക്കാൻ കിട്ടുന്നതാണ് അവരുടെ അനിയനും അനിയത്തിമാരും. അപ്പൊ അതില് ആരെങ്കിലും പറയോ? ലേട്ടാ അല്ലേ? നേരത്തെ കൂടെ അങ്ങനെ വെണ്ണൂറാക്കി. ഇനി ഞാൻ ആദ്യം പോയി കുളിക്കണ്ടേ വെള്ളമില്ലാത്തോടത്ത്? കുക്കറിൽ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പയ്ക്കും വെക്കില്ലേ പുറത്തടുപ്പിൽ അപ്പം ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇത് കിടന്ന് വിസിലടിച്ച് പോവട്ടെ. അപ്പയ്ക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമല്ലോ. എന്താണ് ഇവിടേക്ക് ഇങ്ങനെ ഇതാക്കിക്കുന്നത്? ഇറച്ചി വേവെക്കെങ്കിലും തേങ്ങ ആവണം കേട്ടോ. അപ്പം അതാ നമ്മൾ ഇത്രയും അപ്പം ഉണ്ടാക്കി കേട്ടോ. വേണ്ടോ കണ്ടില്ലേ അപ്പം? ഇവർക്ക് ഇപ്പൊ ഈ അപ്പം ഉണ്ടാക്കിയപ്പോ ഇവർക്കില്ലേ ദോശക്കല്ലിൽ ഉണ്ടാക്കണം അപ്പം വേണം ഇത്ര. അങ്ങനെ ഓട്ട 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 അങ്ങനെ വരണം. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുക. ഓ ഇത് അവർ 5-6 ഇനിയും ദോശക്കല്ല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതെന്താ രൂപമില്ലാതെ? ഇതും എന്താ ഈ അപ്പാണോ ഉണ്ടാക്കുക? ദോശക്കല്ലിൽ ഉണ്ടാക്കണ അപ്പാണോ ഉണ്ടാക്കുക? കള്ളപ്പം. നിനക്കത് മതിയോ? ഇക്കുള്ളതും അങ്ങനെ മതി. ഇതാ കണ്ടോ അരികൊക്കെ. അയ്യോ അരികൊക്കെ കണ്ട 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 കണ്ട. ഇതും നല്ല ആദ്യം ഉണ്ടാക്കി തരാം. കാമുകനോട്
നമ്മളേ അപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഈസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ഒന്നും കൂടി അങ്ങോട്ട് ഇതാവൂലേ അമ്മൂട്ടി? എന്നിട്ട് തന്നെ കണ്ടോ ഈസ്റ്റ് ഒന്നും ഇടാണ്ട് കണ്ടോ കുത്ത് 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 പോലെ വന്നിട്ട് കണ്ടോ ഇടും. ഞാൻ ഈസ്റ്റ് ഇടാറില്ല കേട്ടോ. ഇനി അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണ് പറഞ്ഞു വെച്ചാൽ എന്താ ചെയ്യാന്നറിയോ, നമ്മൾ തലേ ദിവസത്തെ മാവ് അരച്ച് വെച്ചില്ലേ അത് കുറച്ച് കൂട്ടിയാൽ മതി. എൻ്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അമ്മ നന്നായിട്ട് അപ്പം ഉണ്ടാക്കൂലേ, അപ്പോൾ ചിക്കൻ ഇഷ്ടം നല്ല ടേസ്റ്റാണ്. ആരാത്? അനിയൻ. ഭായിനോ ഭാര്യനോ? കുഞ്ഞച്ചന്റെ ഭാര്യ എവിടെ കുഞ്ച? മേമ അറിയാ ഭാര്യയാണ്. കുഞ്ഞച്ചന്റെ ഭാര്യ ഇതാണ് കെട്ടിയവൻ. കുഞ്ഞച്ചനാണ് മേമല്ലാറിയ കുഞ്ഞച്ചൻ ഭാര്യ. കുഞ്ഞച്ചന്റെ മൂട്ടിലിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാം. മേമ കുഞ്ഞത്ത് അവിടെ പോയത് കുഞ്ഞത്ത്. ഞാൻ അവിടെ മുമ്പ് ഇതാക്കിട്ടാ. ദേവോ ഇവിടെ കഴിച്ചിട്ട് കൂടാ. ഈ എവിടേക്ക് പോണ്? നമുക്കുള്ളത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛനത് അത്ര വേണ്ട. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറയാൻ പാടില്ലല്ലോ അമ്മൂട്ടി അല്ലേ? കണ്ടോ അങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ട? അങ്ങനെയല്ലേ വേണ്ട? ഇതാ കണ്ടോ അത് മറിച്ചിടേണ്ട ആവശ്യമില്ലാന്ന്. അനിയൻ സന്തോഷത്തിലാണ്. സന്തോഷിക്കും. ഈസ്റ്റർ അല്ലേ? ഈസ്റ്ററിന് നല്ല സന്തോഷിക്കും. നമുക്ക് വൈനുണ്ട് കേട്ടോ ഇവിടെ. വൈനെന്ത് വൈൻ? അത് തൂത്തുകളയണം. അതെന്ത് വൈന? അതൊക്കെ വേസ്റ്റ് കളയണ്ട. അങ്ങനെ വെച്ചിട്ട് നല്ലതും വേസ്റ്റൊക്കെ കൂടി കലങ്ങി ഒന്നിനും പറ്റണ്ടായി. എൻ്റെ അമ്മൂനെ വിഷു ആകുമ്പോഴേക്ക് 2 ടോപ്പ് എടുത്ത് കൊടുക്കണം അത്ര അവൾക്ക് ഓൺലൈനിൽ നിന്ന്. 200 രൂപയുടെ ഉള്ളിലുള്ള ടോപ്പ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അത് എടുത്തു തരാം. വിഷുവിന് ഇടാൻ വേണ്ടിയിട്ട് അത്ര. വിഷുവിന് ഇവർക്ക് എവിടേക്കെങ്കിലൊക്കെ പുറത്തേക്ക് പോകണത്രേ. അതിനെന്താ സുകന്യ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സുകന്യ പുറത്തു പോകും. അപ്പം ഞങ്ങളും പുറത്തു പോകും. ഞങ്ങൾ എവിടേക്കാ പോകുന്നത്? നീ വീട്ടിൽ പോണത് ശരി. നീ വീട്ടിൽ പോയിട്ട് പുറത്തു പോകണ തീരെ ശരിയല്ല. ഇതൊക്കെ ശരിയാണോ? അയ്യോ ഞാൻ കളിയാക്കിയിട്ട് ചിരിച്ചതാട്ടാ അവർക്ക്. ഹോം ടൂർ പോവാന്നുള്ളത് എന്താ പറഞ്ഞാൽ വീട്ടിൽ. അമ്മോ എന്താ അമ്മോ നീ ഇങ്ങനെ? നമുക്ക് സ്നേഹല്ലേ അമ്മോ വേണ്ട. ഈ പ്രാവശ്യം പോണ് അപ്പൊ തീരുമാനിക്കുക. എന്നാലേ ഞങ്ങൾ അറിയൂ. അതെ ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ലുലു മാളിക്ക് പോകും, ഉറപ്പാണ്. ലുലു മാള് പോവും, കവയില് പോവും, നെല്ലിയാമ്പതി പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. നെല്ലിയാമ്പതി അല്ല, ഈ ആഴ്ച ഞങ്ങൾ ഇവിടെ പോകണ്ട്. ഇവിടെ മുതലമട പോകണുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ മുതലമട പോകണ്ട്. അവിടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവാണ്. മുതലമട എന്തിനാ പോണെന്നറിയോ? അത് കൊണ്ടുവന്നിട്ട് കാണാലേട്ടാ. കാണാം. ഇത് അതിനേക്കാൾ ഇതാണ്ടോ നല്ല മയം വന്നിട്ടാ ഏട്ടാ. ഇത് ഉണ്ടാക്കിയ ഞാനത് ബീഫ് ശരിയാക്കാൻ. അതന്നെ ഏട്ടന് ദോശ ഉണ്ടാക്കണം, ഇഡ്ഡലി ഉണ്ടാക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ സുഖം എന്നറിയോ? ഇവരൊന്നും അറിയണ്ട എൻ്റെ ചൂടിൻ്റെ അവസ്ഥ അല്ലേ? അല്ല എനിക്ക് ചൂടില്ല എന്നെ എങ്ങനെ. അപ്പൊ നമ്മളില്ലേ
ബീഫ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇപ്രാവശ്യം നമ്മൾ എന്ത് കാട്ടി എന്താ ചെറിയ ഉള്ളി കൂടുതലിട്ടു. അപ്പൊ ഈ മുതലടക്കി വരില്ല. ദാ ബീഫ് കണ്ടോ ഇങ്ങനെ ആയിട്ടോ, കണ്ടില്ലേ? അത് ചൊവ്വരി പായസം വെക്കാൻ വേണ്ടി വാങ്ങിയതാ. സേമിയ ഇട്ടിട്ട് വെള്ളം ഇന്ന് വന്നു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അടുത്ത വീട്ടുകാർ കൂടെ ഒക്കെ പായസം കൊടുക്കണം പറഞ്ഞിട്ടേ. തേങ്ങ മേമതാ തേങ്ങ ഇതാക്കിയത്, തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം രണ്ടാളാകുമ്പോൾ വേഗം പണി വരും. സോനിക്ക് വയറുവേദന ഉണ്ട് കേട്ടോ, അതാണ് ചെറിയ വയറുവേദന. വയറ് അമ്മൂന് ഗ്രേവി കുറച്ച് വേണ്ട, മുട്ടി കുറച്ച്. കിച്ചു ഡേ ഇതില് വെള്ളം നിറച്ച സൂന് അതില് കൊടത്തില് ഏട്ടാ സുകന്യനെ കളിയാക്കാൻ തുടങ്ങിയില്ലേ ഇപ്പൊ കുട്ടികള്? അത് കളിയാക്കലാണോ? അതിലെന്തെങ്കിലും തമാശക്ക് പറയുന്ന കളിയാക്കല? നമ്മളതില് ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ടുണ്ട്. മക്കളൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മക്കളൊരാഗ്രഹം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ. അപ്പോഴേക്ക് നമുക്കൊന്നില്ലേ ഉച്ചയ്ക്ക് ഒക്കെ ഭയങ്കര ഒരു ഇടങ്ങാറായിരുന്നു കേട്ടോ. നമ്മുടെ മോട്ടർ കേട് വന്നിട്ടേ, പുതിയ മോട്ടറല്ലേ ആ മോട്ടർ അവര് കേട് വന്നാൽ മാറ്റി കിട്ടും, എന്താ വെച്ചാൽ പിറ്റേ ദിവസമല്ലേ. പക്ഷെ അവര് 2 ദിവസം പണിയെടുത്ത ആ കഷ്ടപ്പാടില്ലേ, ഇത് മൊത്തം 600 അടി അവര് താഴ്ത്തി ആ ഓസൊക്കെ നേരെ ഫിറ്റ് ചെയ്തിട്ട് അത് അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ 4-5 പേര് നല്ല പാവങ്ങൾ കേട്ടോ, നല്ല രീതിയിൽ അവര് കഷ്ടപ്പെട്ടെ. അപ്പൊ നമുക്കത് ഭയങ്കര വിഷമായി. നീരല്ലേ ഇവിടെ ഒരു കഴലിയുണ്ട്. കഴല നാളെയല്ലേ ഇനിയിപ്പോൾ ആശുപത്രി പോകാൻ പറ്റുള്ളൂ. ഈ വേദനയൊക്കെ എപ്പോഴാണെന്നറിയോ? രാത്രിയാവുമ്പോൾ കിടക്കുമ്പോഴായിരിക്കും ഈ പല്ലുവേദന, ചെവി വേദന, ഈ സംഭവങ്ങളൊക്കെ വരിക. പകല് നമ്മളെങ്ങനെയും കഴിച്ചു കൂട്ടാൻ പറ്റും, പക്ഷെ രാത്രി ആയി കഴിഞ്ഞുണ്ടല്ലോ എൻ്റെ ദൈവമേ. എന്നിട്ട് 4 മണിയാകുമ്പോൾ നീച്ചിട്ട് വർക്കൗട്ടിന് അവിടെ കവിള് തീർത്തിക്കടി. ഞാൻ എന്താ അതൊന്നും ഞാൻ പറഞ്ഞില്ല. അതാ നമ്മൾ ഇതിക്കില്ലേ കുറച്ച് നമുക്ക് ഇപ്പയ്ക്കുള്ളത് മാത്രമേ കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇത് മതി അല്ലേ സോനി? ഇനി നമ്മളിതിക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി, പെരുംജീരകം, കുറച്ച് ഗ്രേവി വേണമല്ലോ. പിന്നെ ഗ്രേവി കാത്ത് നിൽക്കുകയാണ് കേട്ടോ. കുരുമുളകും പെരുംജീരകം കൂടി. പല്ല് പോയി അടക്കിയല്ലേ ഈ അറ്റത്ത് പല്ല് വന്നിക്കണേ, അറ്റത്തേക്ക്. എനിക്ക് 19 വയസ്സൊക്കെ ആയി. എന്റെ അമ്മയ്ക്കേ 70 വയസ്സായിട്ടില്ല, എന്റെ അമ്മയ്ക്കേ 60 വയസ്സ്. ആർക്ക് കണ്ടില്ലേ എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് നമ്മൾ നിർത്തുകയാണ് കേട്ടോ. എന്താ നിർത്തുന്നതെന്നറിയോ? കുറച്ച് ചാറ് വേണ്ടേ അമ്മു പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്, അമ്മുവിന് ഇഷ്ടമായി അല്ലേ? അമ്മു വായ തുറന്ന് പറയേ. അപ്പോൾ നമ്മളത് നിർത്തിയിട്ടോ. ഇനി അത് കഴിക്കാറാകുമ്പോഴേക്കും ഒന്നും കൂടി ഇരുന്ന് ഇങ്ങനെ കുറുകും. അപ്പോഴേക്കും ഏട്ടൻ്റെ അപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞോ? സോനി കഴിക്കില്ലേ? നമുക്ക് ഏട്ടൻ ഉണ്ടാക്കി തരും, നമ്മൾ സുടേ കഴിക്കും. നല്ല രസമുണ്ട് വെറുതെ കഴിക്കാം. ശരിക്കും ഇതിങ്ങനെയല്ലേ ഉണ്ടാക്കണ്ടേ? ആ ദോശക്കല്ല് ലെവലിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദോശയായിരുന്നു. ആപ്പം പോലെ തന്നെയായിരുന്നു. ഇതിപ്പോൾ ആപ്പത്തിനൊക്കെ പിടുത്തം വിട്ടത്.
ഒരു സൈഡിക്ക് മാവ് വലിച്ചെറിഞ്ഞിട്ട് എന്ത് എന്തേ ഞാന് ആ അത് ശരി ഇതപ്പം നന്നായി. ഇന്ന് എത്ര വെള്ളം വീട്ടിലുള്ള അപ്പൊ നമുക്കൊന്ന് വീഡിയോ നിർത്തിയാലോ? ഞാൻ എടുത്തുതരാം. ആരുടെ പൊക്കി പറയല്ല. ഇതെന്താ ഇവിടെ വെച്ചിട്ട് പോണ്? അച്ഛനും വെള്ളം വേണ്ടേ? എനിക്കിത് കറി കൂട്ടാതെ കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ കഴിച്ചോ, അങ്ങനെ കഴിച്ചോ. എന്താ അത്? അതാ 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 മെല്ലെ 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 മെല്ലെ. അപ്പാപ്പ വേണ്ടടി. അതാ 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 ഞാൻ കൊടുക്കൊന്ന്. മെല്ലെ മെല്ലെ മെല്ലെ. എന്താ അമ്മ അങ്ങനെ? കുട്ടിക്ക് വേണ്ടേ? അപ്പാപ്പ വേണ്ടേ? പിന്നെ വായോ ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ട്? ഇറച്ചി വേണ്ടേ? പൊന്നിന് ഇറച്ചി വേണ്ടേ? അവന്റെ കണ്ണ് ബാ. നല്ലൊരു ചൂടോടെ ഇട്ടാണേ. നല്ലൊരു അച്ചു. അതാ അച്ചു പറയണോ എരിവില്ല. നമ്മ എരിവുണ്ട്. എരിവുണ്ട് അച്ചു. പിന്നെന്താ ഇച്ചു ഇങ്ങനെ പറഞ്ഞു? വായ്പുണ്ടോ? എന്താ ചൂടാണേ, ചൂടാറട്ടെ നല്ലേ ചൂടാറിട്ട് കഴിച്ചാൽ. അപ്പോൾ ഞങ്ങൾ ഇനി 2 കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ. ഉണ്ടാക്കി കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.